ഹലോ ഗായ്സ്, വാട്ട്സ്ആപ്പ് എല്ലാവർക്കും ഡെയിലി മാനേജ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ റിവ്യൂ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു തോട്ട്സ് എന്നൊക്കെ പറയാം. കാരണം എന്താ പറയുക, ഞാൻ അങ്ങനെ വിളിക്കാൻ എനിക്ക് താല്പര്യം. ഓക്കെ, റിവ്യൂവിനെക്കാളും. കാരണം റിവ്യൂ എന്ന് പറയുമ്പം ആ സിനിമ അത് അങ്ങനെ തന്നെ ആയിട്ട്, അതായത് ഞാൻ പറയാനാണ് ശരി, അങ്ങനെയാവും. ഇത് എൻ്റെ തോട്ട്സ് എന്ന് തന്നെ എനിക്ക് വിളിക്കാൻ എൻ്റെ താല്പര്യം. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന രണ്ട് സിനിമകൾ മേജർ റിലീസ്, അതായത് ഓൾമോസ്റ്റ് ക്ലാഷ് എന്ന് തന്നെ പറയാം. അതിരടിയും കറുപ്പും. ഓക്കെ, അതിരടി നമ്മുടെ ബേസിൽ ജോസഫ്, ടോവിനോ തോമസ് ഇവിടെയൊക്കെയാണ് സിനിമ. ഒരു ആക്ഷൻ കോമഡി ഒരു ഇതാണ്. കറുപ്പ് നമ്മുടെ സൂര്യയുടെയും തൃഷയുടെയൊക്കെയാണ്. ഓക്കെ, അത് തമിഴ് സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഡേ കാണാതിരുന്നത് കറുപ്പായിരുന്നു. കറുപ്പ് പക്ഷേ അത് ഫസ്റ്റ് ഡേ രാവിലത്തെ ഷോ ക്യാൻസലാക്കി, ഇന്നത്തെ ദിവസത്തെ ഷോയെ ക്യാൻസലാക്കി. പിന്നെ ഞാൻ വിചാരിച്ച് അതിരടി കണ്ടേക്കാന്ന്, അങ്ങനെ അതിരടി കണ്ടതാണ്. പിന്നെ അതിന് ശേഷം ഇന്ന് ഞായറാഴ്ച ഞാൻ കറുപ്പ് കണ്ട് വീട്ടിലെത്തിയതേ ഉള്ളൂ. ഞാനൊരു ചെറിയൊരു ഷോർട്ട്, ഒരു വ്ളോഗ് ടൈപ്പ് ഒരു സാധനം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു ബ്രീഫ് ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒട്ടും ഡീറ്റെയിൽ ഇല്ലാത്ത എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വീഡിയോ, അതായത് ഈ രണ്ട് സിനിമകളുടെയും എൻ്റെ തോട്ട്സ്. ഓക്കെ, അതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് നമുക്ക് അതിരടിയെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അതിരടി ഞാൻ സത്യം ഫസ്റ്റ് ഷോ തന്നെയാണ്, FD തന്നെയാണ് കണ്ടത്. അത് പ്ലാൻ ചെയ്താണ് കണ്ടത്. അപ്പോൾ ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ തന്നെ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എൻ്റർടൈൻ ആയി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗുഡ് ടൈം അത്തെ മൂവീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനമാണ് എനിക്ക് അതിരടിയിൽ നിന്ന് കിട്ടിയത്. കുറേ പേർക്ക് മിക്സ്ഡ് റെസ്പോൺസാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ അതായത് ഈ സിനിമയുടെ മെയിൻ കാര്യമാണ് ഇതിൻ്റെ ഹ്യൂമർ. കുറേ ദിവസമായി ഒരു തുറന്ന് ചിരിച്ചിട്ടൊരു സിനിമ ഇറങ്ങിയിട്ട്, തുറന്ന് ചിരിക്കാൻ വേണ്ടി. ഞാൻ അവസാനമായിട്ട് അങ്ങനെ ചെയ്തത് നമ്മുടെ ഇതാണ്, മോഹിനിയാട്ടം. മനസ്സിലായി? അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ആ ഒരു ലെവൽ, എന്താ പറയുക, ഒരു ഹ്യൂമർ. മോഹിനിയാട്ടം ഡാർക്ക് ഹ്യൂമറാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഭയങ്കര എന്താ പറയുക, ഓവർ ദ ടോപ്പ്. ഭയങ്കര, അതായത് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി അതിൻ്റെ ഹ്യൂമർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് കിഡിലുമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു സെക്കൻഡ് ഹാഫിലെ ഹ്യൂമർ ആണെങ്കിലും എല്ലാം എന്താണെങ്കിലും കിട്ടിലെ ഹ്യൂമറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, ഹ്യൂമറാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മെയിൻ പോസിറ്റീവ്. പിന്നെ ഈ സിനിമയുടെ അടുത്ത നല്ല കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ്. ബേസിൽ ജോസഫ് ആയിക്കോട്ടെ, ടോവിനോ തോമസ് ആയിക്കോട്ടെ, പിന്നെ എന്താ പറയുക, ഷാൻ റഹ്മാൻ കിഡിലുമായിരുന്നു. ഓക്കെ, അതായത് ഇവർ മൂന്ന് പേരായിരുന്നു സത്യം പറഞ്ഞാൽ ഷോ സ്റ്റോപ്പർ. ബേസിൽ ജോസഫ് കുറേ പേര് എന്താ പറയുക മിക്സ്ഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഓക്കെ, പിന്നെ ടോവിനോ തോമസ് ആണെങ്കിൽ ഒരു വ്യത്യസ്തമായ റോളാണ് കിട്ടിയിരിക്കുന്നത്. ഷാൻ റഹ്മാൻ ആണെങ്കിൽ ഒരു കോമിക് റിലീഫായിട്ടുള്ള പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. വിനീത് ശ്രീനിവാസൻ ആയിക്കോട്ടെ കിഡിലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സൂപ്പറായിരുന്നു. ഓക്കെ, ഭയങ്കര നമുക്കൊരു സെക്കൻഡ് പോലും നമുക്ക് എന്താ പറയുക, സിനിമ അധികം നമ്മൾ ലാഗ് അടിക്കൂല, മനസ്സിലായില്ലേ? ഓക്കെ, അധികം നമുക്ക് ലാഗ് അടിക്കൂല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു പേസിംഗ് ആണ്. ഓക്കെ, അതെനിക്ക് പേഴ്സണലി അതിരടി തോന്നിയിട്ടുള്ളത്. സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിനിമയിൽ ഉണ്ടെന്ന്. കാരണം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, സിനിമയുടെ ഒരു തുടക്കത്തിലൊരു അരമണിക്കൂർ, മനസ്സിലായില്ലേ, തുടക്കത്തിലെ ആ ഒരു 30 മിനിറ്റ്സ് അത് സിനിമ ഒന്ന് ക്ലച്ച് പിടിക്കാൻ സമയം എടുക്കും, മനസ്സിലായില്ലേ? അത് ഒരു 30 മിനിറ്റ്സ് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് സിനിമയിൽ. അതായത് 30 മിനിറ്റ്സിൽ ആദ്യം ഓടിക്കുന്ന ഹ്യൂമറൊന്നും അധികം വർക്കൗട്ട് ആവണില്ല. ഒരു ആക്ടിങ് ആണെങ്കിലും കുറച്ച് ഓവർ ആക്ടിങ് എന്ന് നമുക്ക് തോന്നിപ്പോകും ആദ്യത്തെ അരമണിക്കൂർ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കൈവിട്ട് പോയോന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ആദ്യത്തെ അരമണിക്കൂർ കുറച്ച് സമയം എടുക്കും, പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു പോക്കാണ് സിനിമ. പക്ഷെ അപ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ എന്താ പറയുക, കുറച്ച് നല്ല വീക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഇനീഷ്യൽ ഒരു ഫസ്റ്റ് ആക്ട് എന്നൊക്കെ നമുക്ക് പറയാം, അത് കുറച്ച് വീക്കായിട്ട് എനിക്ക് തോന്നി. പക്ഷെ പിന്നെ അങ്ങോട്ട് സിനിമ പറക്കും, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, ഒരു ക്യാമിയോ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനറിയായിരിക്കും, ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല. എനിക്കത് ഒട്ടും വർക്കായില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം സിനിമയിലെ നറേറ്റീവിനും അല്ലെങ്കിൽ സിനിമയുടെ കഥഞ്ഞ് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ലയെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതായത് എനിക്ക് അത്ര അങ്ങോട്ടൊരു ഇമ്പാക്ട്ഫുൾ ക്യാമിയോ ആയിട്ട് തോന്നുമെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. എൻ്റെ ക്യാമറ ഒന്നെങ്കിൽ കുറേ കൂടെ ബെറ്ററായിട്ട് യൂസ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ലായിരുന്നു, മനസ്സിലായില്ല? അതെനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ രണ്ട് മേജർ നെഗറ്റീവ്സ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെന്താ പറയുക,
ഈ രണ്ടുമാണ് സത്യം പറഞ്ഞാൽ ആകെ ഒരു മേജർ 2 നെഗറ്റീവ്. പിന്നെ അവിടെ ഇവിടെ ചില 1-2 പോരായ്മകൾ കാണുമ്പോൾ കുറച്ച് ലൂപ്പ് ഹോൾസൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയ ആകെ 2 സാധനം ഇതാണ്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഒരു 30 മിനിറ്റ്സ് കുറച്ച് ഇതാണ്, കുറച്ച് വീക്കായിട്ടാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് ഗ്രാഫ് ഇങ്ങനെ പോകും. പിന്നെ ആ ഒരു ക്യാമിയോ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഭേദമാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി, ആ ഒരു ക്യാമിയോ ഒരു റോള്. അപ്പോൾ ഇതാണ് എനിക്ക് സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ടല്ലോ. പക്ഷേ ഓവറോൾ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് തിയേറ്ററിൽ കുറേ ദിവസം ശേഷം ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ആയിട്ടിരുന്ന ഒരു സിനിമയാണ് അതിരടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ എന്തോ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ, അതായത് ഇത് പ്രകമ്പനം അതുപോലത്തെ സിനിമകൾ എന്തോ ചോദിക്കുകയാണെങ്കിൽ ഇത് വൺ ടൈം വണ്ടറാണ്. അതായത് വൺ ടൈം തിയേറ്ററിക്കൽ വണ്ടർ. നിങ്ങൾ തിയേറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഹ്യൂമറൊക്കെ നല്ലപോലെ വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഇതിനൊരു സൈക്കോളജി ഉണ്ട്. എന്തെന്ന് പറയുകയാണെങ്കിൽ എത്ര മോശം ഹ്യൂമറാണെങ്കിലും ഇപ്പോൾ തിയേറ്ററിൽ ആൾക്കാരിരുന്ന് ചിരിക്കുകയാണെങ്കിൽ ആ ഹ്യൂമറിന് നമുക്കും ചിരി വരും, മനസ്സിലായില്ലേ? കാരണം ആ ഒരു ഓളം, മനസ്സിലായില്ലേ? എത്ര മോശം ഹ്യൂമറാണ്. ഈ സിനിമയിൽ തന്നെ ഫസ്റ്റ് 30 മിനിറ്റ്സിൽ എത്ര ഹ്യൂമർ വർക്കൗട്ട് ആവാതെ പോയിട്ടുണ്ട്. പക്ഷെ അതിൽ എൻ്റെ കൂടെ ഇരുന്ന ഓഡിയൻസൊക്കെ നല്ല കൈകൊട്ടി ചിരി ബഹളമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു എൻജോയ് ചെയ്യാം, മനസ്സിലായില്ലേ? അത് OTT വരുമ്പോൾ ആ സാധനം കിട്ടൂല, അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ സാധനം കിട്ടൂല. അപ്പോൾ ഇതൊരു പാക്ഡ് തിയേറ്ററിലിരുന്ന് നിങ്ങൾ എന്താ പറയുക, തിയേറ്ററിലിരുന്ന് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് നല്ല പോലെ ഇത് ഇഷ്ടപ്പെടും. അതാണ് എനിക്ക് തോന്നുന്നുള്ളത്. പക്ഷേ OTT വന്നാൽ ഇത് നിങ്ങൾക്ക് വെറുക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് പ്രകമ്പനത്തൊരു കേസ് അതാണ് തോന്നുന്നുള്ളത്. തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ OTT വന്നപ്പം മിക്ക ചോക്കും ഒരുമാതിരി അങ്ങനെ പോകണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഇത് കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റായിട്ട് ഫാമിലിയോടെ പോയി കാണാം. നിങ്ങൾ നല്ലൊരു ടൈം തിയേറ്റർ സ്പെൻഡ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. ഓക്കെ, പാക്ഡ് ഓഡിയൻസിനോട് ഇരുന്ന് കാണണം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് അതിരടിയെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് 5-ൽ ഒരു 4.25/5 കൊടുക്കാം, എളുപ്പത്തിൽ കൊടുക്കാം. എനിക്ക് പേഴ്സണലി നല്ലപോലെ വർക്കായി സിനിമ. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ. എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു സിനിമ. സത്യം പറഞ്ഞാൽ ഈ വർഷം ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം മൂവി തന്നെയാണിത്, ഒരു ഡൗട്ടും ഇല്ല. മോഹിനിയാട്ടം കഴിഞ്ഞാൽ എൻ്റെ ഫേവററ്റ് മോഹിനിയാട്ടമാണ് ഈ വർഷം. ഓക്കെ, ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന സിനിമയാണ് മോഹിനിയാട്ടത്തിൻ്റെ. അപ്പോൾ അതാണ് എനിക്ക് അതിരടി തോന്നിയിട്ടുള്ളത്. നമുക്കിനി കറുപ്പ് സിനിമയിലോട്ട് ഇറങ്ങാം. കറുപ്പ് സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എനിക്ക് ഈ സിനിമ സത്യം പറഞ്ഞാൽ തീരെ വർക്കായില്ലെന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് തീരെ ഈ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ എനിക്ക് പറയാം. സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്ത്, ഒന്നാമത് എനിക്ക് സൂര്യ എന്ന ആക്ടറിന് എനിക്ക് ഇഷ്ടമാണ്. രണ്ടാമത് ഒരു വലിയൊരു തമിഴ് സിനിമയാണ്. ഈ വർഷം പ്രത്യേകിച്ച് വലിയ തമിഴ് സിനിമ ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങ് കണ്ടേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ സിനിമ ക്യാൻസൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി കാണില്ല എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ട്രെയിലറും ടീസറും ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് വന്നു. കിടില സിനിമയാണെന്നൊക്കെയാണ് പറയണത്. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം സൂര്യയുടെ ഒരു കിടില സിനിമ തിയേറ്ററിൽ വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് കാണണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് സിനിമ കാണാൻ പോയത്. ഞാൻ ഇതിന് മുമ്പ് സൂര്യയുടെ റെട്രോ തിയേറ്ററിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. ഓക്കെ, റെട്രോ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. അത് സത്യം പറഞ്ഞാണെങ്കിൽ ഒരു ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് എനിക്ക് റെട്രോ തോന്നിയിട്ടുള്ളത്. കാർത്തിക് സുബ്രാജിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു കണ്ട് മടുത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, അതിനെ ഭയങ്കര യുണീക്ക് രീതിയിലാണ് പോർട്രേ ചെയ്തിരിക്കുന്നത് സ്ക്രീനിൽ. കിഡില രീതിയിൽ, കാർത്തിക് സുബ്രാജിൻ്റെ ഒരു സിഗ്നേച്ചർ രീതിയിൽ. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ വലിയ മോശമായിട്ട് തോന്നാത്ത റെട്രോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് റെട്രോ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം സൂര്യയുടെ സിനിമയാണ് ഇപ്പോൾ ഞാൻ കണ്ടേക്കാൻ വിചാരിച്ച് നല്ല റെസ്പോൺസ് കിട്ടിയുണ്ട്. ഓക്കെ, നമുക്ക് ഈ സിനിമയിലാകെ ഉള്ള നല്ല കാര്യങ്ങൾ പറയാം. അതായത് ഈ സിനിമയുടെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയുടെ മ്യൂസിക്കാണ്. അതായത് സായി അഭ്യങ്കറാണ് ഈ സിനിമയുടെ മ്യൂസിക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഈ സിനിമേനെ മാക്സിമം രക്ഷിക്കാൻ എന്താ പറയുക, ഈ സായി മ്യൂസിക് ഇതായിട്ടുണ്ട്. അതായത് എന്താ പറയുക, സേവിങ് ഗ്രേസ് എന്നൊക്കെ നമുക്ക് പറയാം. ചില സ്ഥലങ്ങൾക്ക് രോമാഞ്ചം വരും, അത്ര കിഡിലെ മ്യൂസിക്കാണ്. ഓക്കെ, എസ്പെഷ്യലി ഇൻ്റർവെൽ ആ ഒരു സമയത്ത് കിഡിലായിരുന്നു. ഇൻ്റർവെൽ ക്ലൈമാക്സിൻ്റെ ആ ഒരു സമയത്ത് മ്യൂസിക് സൂപ്പറായിരുന്നു. ഓക്കെ, ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് ഇതാണ്. ഓക്കെ, ഇത് മ്യൂസിക് കിഡിലായിരുന്നു. പിന്നെ ഈ സിനിമയുടെ അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താ പറയുക, 1-2 സീൻ അവിടെ ഇവിടെ ആയിട്ട് മനസ്സിലായില്ല. അതായത് ഈ സിനിമയിലെ ഇൻ്റർവെൽ സീന് കിഡിലായിരുന്നു. അതായത് നമ്മൾ പറയൂലേ ഒരു രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയൂലേ, അതായത് ഒരു പാക്ഡ് ഫാൻസിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് കാണുമ്പോൾ അത് നിങ്ങൾക്ക് തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻ്റർവെൽ സീനിൽ കിഡിലായിരുന്നു. സത്യമാണ്, ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ ഇൻ്റർവെൽ സീനായിരുന്നു.
ആ ഒരു രീതിയിൽ അത് എടുത്ത് വെച്ചേക്കണൊക്കെ കിടിലുമായിരുന്നു, മനസ്സിലായില്ലേ? അത് സൂപ്പറായിരുന്നു. ഇൻ്റർവെൽ സീൻ കിടിലുമായിരുന്നു. പിന്നെ സീൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത RJ ബാലാജിയാണ്. ഈ സിനിമയിലെ മെയിൻ വില്ലനും ഇയാൾ തന്നെയാണ്, RJ ബാലാജി. അപ്പോൾ ഈ സിനിമയുടെ ഇൻ്റർവെല്ലിന് തൊട്ട് ശേഷം ഒരു സീനുണ്ട് RJ ബാലാജിയുടെ. അത് കിടിലൊരു സീനായിരുന്നു. എന്താ പറയുക, സൂപ്പർ സീനായിരുന്നു, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു RJ ബാലാജിയുടെ. പിന്നെ എന്താ പറയുക, ഒരു മോണ്ടാജ് പോലത്തെ ഒരു സീനുണ്ട് ഇൻ്റർവെല്ലിന് ശേഷം. ഇൻ്റർവെല്ലിന് ശേഷം ഒരു 10-15 മിനിറ്റ് അത്യാവശ്യം നല്ല രസമായിട്ട് പോയി. പിന്നെ ഈ സിനിമയിലെ പെർഫോമൻസസ് RJ ബാലാജി, സൂര്യയും, പിന്നെ എനിക്ക് പേഴ്സണലി തൊട്ടുള്ള ഇന്ദ്രൻസും അനഘാരവിയും, ഇവർ 4 പേര് സൂപ്പറായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് പറയാം. വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് പറയാം, മനസ്സിലായില്ലേ? നല്ലതെന്നല്ല ഞാൻ പറയണം, വലിയ കുഴപ്പമില്ല. അതായത് ഫസ്റ്റ് ടൈം നമ്മൾ ഹാർട്ട് ബീറ്റൊക്കെ പോകില്ലേ, ആ ഒരു റേഞ്ചിലാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോയത്. അതായത് സിനിമയിൽ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ തൂക്കിയത് ഇന്ദ്രൻസും അനഘാരവിയുമാണ് എൻ്റെ ഒപ്പീനിയനിൽ. കാരണം ഇവർ പറയണ സീനെല്ലാം സിനിമ ഒരു സ്റ്റാൻഡേർഡ് കയറും. കാരണം നല്ല പെർഫോമൻസസും നല്ല എന്താ പറയുക, അത്യാവശ്യം ക്രിഞ്ചൊന്നും ഇല്ലാത്ത ആകെ കുറച്ച് സമയമാണ് ഇവർ രണ്ടുപേരും ഉള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ റോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു സ്റ്റോറി മനസ്സിലായി, സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്തോ സംഭവിക്കും ഇവരുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ എപ്പോഴൊക്കെ സീൻ വരണോ അപ്പോഴൊക്കെ നമ്മൾ ഗ്രിപ്ഡാണ്. അപ്പോൾ അവരുടെ സീൻ കിടിലുമായിരുന്നു. പിന്നെ അല്ലാതെ സൂര്യയും കിടിലൻ തന്നെയായിരുന്നു, RJ ബാലാജിയും കിടിലൻ തന്നെയായിരുന്നു. ഇവർ നല്ലൊരു സത്യം പറഞ്ഞാൽ ഇത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാണെങ്കിൽ സ്റ്റോറി ബേസ് ഒക്കെ ആണെങ്കിൽ നല്ല ആക്കാമായിരുന്നു, മനസ്സിലായില്ലേ? ഇവർ രണ്ടുപേരും എന്താ പറയുക, ഇന്ദ്രൻസും അനഘാരവിയുടെ ക്യാരക്ടറും കിടിലൻ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ധ്യാനം നമുക്ക് കുറച്ച് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫിൻ്റെ ചില സാധനങ്ങൾ. ഇത്രയുമാണ് എനിക്ക് സിനിമയിൽ പോസിറ്റീവ്സ് കൊണ്ടുള്ളത്. ഈ സിനിമയിൽ മെയിൻ നെഗറ്റീവ് എന്തോന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. അതായത് ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞാൽ കഥ എന്ന് പറഞ്ഞ സാധനമില്ല. അതായത് സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ 10-15 മിനിറ്റ് അത്യാവശ്യം നന്നായിരുന്നു ചില റെഫറൻസൊക്കെ വെച്ച്. പിന്നെ അതിന് ശേഷം ഒരു കഥയും ഇല്ല. നമ്മൾ പറയില്ലേ, തീർന്ന് വെറുപ്പിക്കണം എന്നൊക്കെ പറയില്ല, അതാണ് എനിക്ക് സിനിമയിൽ സെക്കൻഡ് ഹാഫ് തോന്നിയിട്ടുള്ളത്. അത് സെക്കൻഡ് ഹാഫ് ഫുൾ, ഫസ്റ്റ് ഹാഫ് ചില സ്ഥലങ്ങളിൽ എനിക്ക് വെറുപ്പുകൾ തോന്നിയിട്ടുണ്ട്. വൻ വെറുപ്പിക്കലായിരുന്നു സത്യം പറഞ്ഞാൽ. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പിടിച്ചിരുന്ന ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു മെയിൻ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അത് സെക്കൻഡ് ഹാഫിൽ ഒരിടത്തും ഇല്ല. അതായത് സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ കാണിച്ചിരിക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എനിക്ക് തീരെ വർക്കൗട്ടായില്ല സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സിലും എന്താ പറയുക, ഞാൻ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ക്ലൈമാക്സ് സിനിമയുടെ കിടിലമാണെന്ന്. അപ്പോൾ ഞാൻ ഹോപ്പ് ചെയ്തു, ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്തു. ഇനി ക്ലൈമാക്സ് ഉണ്ടല്ലോ, നന്നായിരിക്കും എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്തു. ക്ലൈമാക്സ് ഒട്ടും ഇമ്പാക്ട്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതുപോലെ വേറൊരു സിനിമയുണ്ട്, ഇത് എന്താ പറയുക, ഇതുള്ളൊരു വേറൊരു ടൈപ്പ് സിനിമ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഒട്ടും ഇമ്പാക്ട്ഫുള്ളായിട്ട് തോന്നിയില്ല. എന്താ പറയുക, പിന്നെ ആകെ ഒരു സാധനം സൂര്യ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സൂര്യ അധികം ഇല്ലേ താനും സിനിമയിൽ. സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞാൽ സൂര്യ ഒട്ടുമില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് സൂര്യ വരണത് തന്നെ. പിന്നെ സൂര്യയുടെ ഇൻട്രോ സീൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ സൂര്യയുടെ ഇൻട്രോ സീന് ഈ ഒരുമാതിരി കോമഡി ആക്കി വെച്ചേക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഞാൻ വിചാരിച്ചത് ഇത് വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും എന്ന് വെച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ല, കൊണ്ട് കുളമൊക്കെ വെച്ചേക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഇതായിരുന്നു, മനസ്സിലായി? നല്ലൊരു ഔട്ട്ലൈൻ ആയിരുന്നു സിനിമയുടെ. അതായത് ഈ സിനിമയുടെ ഒരു തീമായാലും എല്ലാം കോൺസെപ്റ്റ് അത്യാവശ്യം നല്ലതായിരുന്നു. നല്ലൊരു റെലവൻ്റ് ഒരു നല്ലൊരു മെസ്സേജ് തരാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. അതിനെ എത്രത്തോളം കുളമാക്കി വയ്ക്കാമോ അത്രത്തോളം കുളമാക്കിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഈ സിനിമയിൽ അതായത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനം എൻ്റെ ഇൻ്റർവെൽ സീനാണ്. അത് കിടിലുമായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, അത്യാവശ്യം ഇന്ദ്രൻസും അനഘാരവിയൊക്കെ നല്ലപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, സൂര്യൻ്റെ ഒരു മാസ് സീനാണെങ്കിൽ എല്ലാം കൊണ്ടും കിടിലൻ തന്നെയായിരുന്നു. RJ ബാലാജിയുടെ ഇൻ്റർവെല്ലിന് ശേഷം ഒരു പെർഫോമൻസ് അത് കിടിലുമായിരുന്നു. ഇതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒട്ടും തന്നെ വർക്കൗട്ടായിട്ടില്ല കറുപ്പ്. ഞാൻ എന്തോന്നാണോ ട്രെയിലറിൽ കണ്ടത്, അതായത് എന്താ പറയുക, മേക്കിങ്ങും എനിക്ക് അത്ര ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടില്ല. ഈ സിനിമയിൽ ഡബ്ബിങ് ഓക്കെ, എന്താ പറയുക, തമിഴ് അല്ലാത്തവരും ഓക്കെ, അതായത് മലയാളികളോ അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓക്കെ, തമിഴ് പറയാത്ത അറിഞ്ഞൂടാത്തതും ലിപ് സിങ്കിങ്ങിന് പ്രശ്നം കാണും. ഈ തമിഴന്മാർക്ക് പോലും എന്താ പറയുക, ലിപ് സിങ്കിങ് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതെന്തോ കഷ്ടമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ദൂരെ നിന്നുള്ള ഷോട്ടൊന്നും ഒരു സീന് പോലും ലിപ് സിങ്കിങ് ശരിയായിട്ടില്ല. അടുത്ത് വരുമ്പോൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കും, അടുത്ത ഷോട്ട് ക്ലോസ് ഷോട്ട് വരുമ്പോൾ
ഒട്ടും എന്താ പറയുക ബെസ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് കറുപ്പ് തോന്നി. ഒന്നെങ്കിൽ എന്താ പറയുക ഈ ഞാൻ കണ്ട സിനിമ അല്ലെങ്കിൽ നമ്മൾ ഈ തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമ വേറെ ആയിരുന്നിരിക്കുക എന്താ പറയുക റിവ്യൂസൊക്കെ പറഞ്ഞതനുസരിച്ച്. അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെയാണ് എൻ്റെ തിയേറ്ററിൽ നിന്ന് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരുടെ റെസ്പോൺസ് ഉണ്ട് എനിക്ക് മനസ്സിലായി. സിനിമ തീർന്നപ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കുകയായിരുന്നു. അത്ര എന്താ പറയുക എന്നിട്ട് എനിക്ക് പേഴ്സണലി തോന്നി ആ തിയേറ്ററിൽ ക്രൗഡിൻ്റെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു. എന്താ പറയുക ഓക്കെ സത്യം പറയാം സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ഇൻ്റർവെൽ ഫൈറ്റ് സീൻ അത് ഇൻ്റർവെല്ലൊരു സീനുണ്ട് അത് കിടിലുമായിരുന്നു. ഓക്കെ ആ ഒറ്റ സീൻ മാത്രം എനിക്ക് സിനിമയിൽ ഇത് കണ്ടതിന് ശേഷം എനിക്ക് ഓർമ്മയിരിക്കാൻ എന്തെങ്കിലും വേർത്തായിട്ട് തോന്നിയൊരു സീൻ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറുപ്പ് എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഒട്ടും തന്നെ വർക്കായിട്ടില്ല. നിങ്ങൾക്ക് വർക്കായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ അപ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് ഒരു 5 ഒരു 2/5 ഒക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ 2 മാർക്സും 2 പോയിൻറ്റ്സും എനിക്ക് ഇന്ദ്രൻ, സനക, രവി, സൂര്യ, ആർജ് ഇവർ 4 പേരുടെയും പെർഫോമൻസും ഇൻ്റർവെൽ ബ്ലോക്കാണെങ്കിലും ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഒരു 10-15 മിനിറ്റ് ആണെങ്കിലും പിന്നെ എന്താ പറയുക മ്യൂസിക്കിന് എനിക്ക് 2 മാർക്ക് കൊടുക്കാം, 2 പോയിൻറ്റ് കൊടുക്കും. ബാക്കിയൊന്നും എനിക്ക് സിനിമയിൽ വർക്കായിട്ടില്ല. ഈ സിനിമ അതായത് ഇതിനൊരു സ്പൂഫ് ടൈപ്പ് സിനിമ ആക്കാനായിരുന്നു ഉദ്ദേശം, അല്ലെങ്കിൽ ഇതിനൊരു സീരിയസ് ആക്കാനായിരുന്നു. അതായത് ഭയങ്കര വളരെ വീക്ക് ഡയറക്ഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. വളരെ വീക്കായിട്ട് തോന്നി. ഓക്കെ കാരണം ഇതിനെ എത്രയോ നല്ല രീതിയിൽ ബെറ്ററായിട്ട് ഇതിൻ്റെ സ്റ്റോറിയിൽ ചേഞ്ചസ് വരുത്തി ബെറ്ററായിട്ട് ഇതിനൊരു കിട്ടിലൊരു എന്താ പറയുക പറയില്ലേ നമ്മൾ കിട്ടിലൊരു സിനിമയൊക്കെ എടുക്കാമായിരുന്നു. കാരണം ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ജയഭീമൊക്കെ ഓർമ്മ വരും, സൂര്യയുടെ ഒരു അഡ്വക്കേറ്റൊക്കെ ആകും. സത്യം പറഞ്ഞാൽ ഈ സിനിമ ജയഭീമിന് ഒരു അപമാനമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത്ര എന്താ പറയുക വീക്കായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഇതാണ് എനിക്ക് കറുപ്പ് തോന്നിയിട്ടുള്ളത്. ഓക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അതിരടി സാറ്റിസ്ഫൈഡ് ആണ്. അതിരടി നിങ്ങൾ തിയേറ്ററിൽ എന്തായാലും പോയി കാണുമെന്ന് ഞാൻ പറയും. ഈ കറുപ്പും സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ഇത് OTT വരാൻ വെയിറ്റ് ചെയ്യല്ല. അപ്പോൾ ഒരു സൂര്യ ഫാൻസ് തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ കാരണം സൂര്യ ഫാൻസ് സാറ്റിസ്ഫൈഡ് ആണ്. 1-2 സീനൊക്കെ ഉണ്ട്. ഒരു സൂര്യയുടെ ഒരു സ്ലോ മോഷൻ ആണെങ്കിൽ ഒരു മാസമാണെങ്കിലൊക്കെ ഉണ്ട് സിനിമയിൽ. സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു എക്സ്പെക്ടർ വേണ്ടി അതില്ലാന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് കറുപ്പ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ അതിരടിയുടെയും കറുപ്പിൻ്റെയും റിവ്യൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അതിരടിയാണ്, കിടില സിനിമ തന്നെയാണ്. കറുപ്പ് എനിക്ക് വർക്കൗട്ട് ആയില്ല, നിങ്ങൾക്ക് വർക്കൗട്ട് ആവാമായിരിക്കാം. ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ അടുത്ത ഉടനെ വരാം ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾ പുതിയ കണ്ടൻറ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ഒരു മാഡ്ലി ബൈ.